കരിഞ്ചള്ളൂർക്കാവ് എന്ന് പുരാതന കാലം മുതൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരത്തിൻ്റെ മധ്യത്തിലാണ്. മുൻകാലങ്ങളിൽ കാവുകളും കുളങ്ങളും കൊണ്ട് നമ്മുടെ മലയാള നാട് സമ്പുഷ്ടമായി. ഓരോ പാടശേഖരത്തിൻ്റെയും സമീപത്ത് കുളങ്ങളുണ്ടാവും, അതിൽ കൂടെ ചേർന്ന് കാവുകളുണ്ടാവും, ആ കാവുകളോട് ചേർന്ന് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കൾച്ചറിൻ്റെ ഒക്കെ ഒരു ഭാഗമായി മാറിയിരുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ കരിഞ്ചള്ളൂർ കാവ്. ഈ കാവ് ഇടക്കാലത്ത് അല്പസ്വല്പം ക്ഷയിച്ചു പോയിരുന്നു എങ്കിലും ഇപ്പോൾ കാലാകാലങ്ങളായി ഇത് പുരോഗമിച്ചു വരിക. ഇവിടെ ഇതിൻ്റെ ചുറ്റും എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷി. ആ സമയത്തൊക്കെ ഇവിടെ കൃഷിയുടെ ആവശ്യത്തിന് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ എല്ലാ ദിവസവും വൈകുന്നേരം സമ്മേളിക്കുന്ന ഒരു സ്ഥലമായി ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഉത്സവം ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ നാട്ടിലെ ആളുകൾ, പ്രധാനമായും ഹിന്ദുക്കൾ, വളരെ ഭക്തിയാദര പരിസരം കണ്ടിരുന്ന ഒരു പ്രദേശമാണ്. നാഗർ പ്രതിഷ്ഠയിൽ ദിവസവും വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നത് ഇവിടുത്തെ നാട്ടിലെ ആളുകളുടെ ഒരു ശീലമായിരുന്നു. അതോടൊപ്പം തന്നെ വർഷം തോറും നാടൻ കലകൾ, നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലകൾ ഉൾക്കൊള്ളുന്ന ഉത്സവമാണ് ഇവിടെ നടന്നത്. ഏത് വിധേനയും ഈ നാട്ടിലെ ഈ നാട്ടുകാരുടെ ഒരു മനസ്സിൽ കുടികൊണ്ട ഒരു ക്ഷേത്രമാണ് ഈ കരിഞ്ചള്ളൂർ കാവ്. ഇതിപ്പോൾ പഴയകാല രീതി വിട്ട് പുതിയ ക്ഷേത്രത്തിൻ്റെ മട്ടും കെട്ടുമൊക്കെ ആയിട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. പുതിയ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവ രീതികളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് നടക്കുകയും ചെയ്യുന്നു. വിശാലമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന, ഒരു സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ക്ഷേത്രമായി നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ പുരാതനവും വളരെ പഴക്കഞ്ഞതുമായ ഒരു ക്ഷേത്രമാണ് കരിഞ്ചള്ളൂർക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് കരിഞ്ചള്ളൂർക്കാവ് എന്ന പേര് ലഭിക്കാൻ കാരണം ഈ പ്രദേശം മൊത്തം വയലായിരുന്നു, നെല്ല് നടുന്ന വയലുകളായിരുന്നു. ഈ നെല്ല് പൂത്ത് കൂമ്പെടുക്കുന്ന സമയത്ത് കരിഞ്ചെള്ളിൻ്റെ ശല്യം ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് എണ്ണ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ കരിഞ്ചെള്ളുകളെല്ലാം മൊത്തത്തിൽ പോകുന്നതാണ്. അങ്ങനെ ആൾക്കാർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ് ഈ അമ്പലം. ഈ അമ്പലം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ അപൂർവമായിട്ടുള്ള അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണിത്. മണ്ണാറശാല കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഷ്ടനാഗ പ്രതിഷ്ഠയുള്ളത് ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ മേടമാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടായിരുന്നത് പടച്ചോറായിരുന്നു. ഈ പടച്ചോറ് തേക്കിൻ്റെ ഇലയിലാണ് വിളമ്പി നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ പ്രദേശത്തുള്ള സ്ത്രീകളുടെ ആയിട്ടുള്ള തിരുവാതിരക്കളി ആണ് ഇവിടുത്തെ പ്രധാന ചടങ്ങായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ക്ഷേത്രം നശിച്ച് ജീർണാവസ്ഥയിലായി പോവുകയും കുറേ നാൾ അങ്ങനെ കിടക്കുകയും കാടുകയറി കിടക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ നാട്ടുകാരും ഭാരകളെല്ലാം കൂടി ചേർന്ന് ഇതിനെ പുനരുദ്ധരിച്ച് ഇത്രയും അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 10-25ഓളം വസ്തു ഈ ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നതാണ്, അതെല്ലാം അന്വേഷണപ്പെട്ടു പോയി. ഇപ്പം നമ്മൾ നാട്ടുകാരെ കൂടി ചേർന്ന് ഇപ്പോൾ തന്നെ ഏകദേശം 30-33ഓളം സെൻറ്റ് വസ്തു ഈ ക്ഷേത്രം ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഓരോ നാൾ കഴിയും തോറും ഈ ക്ഷേത്രം ഉയർന്നു വരികയാണ്. വളരെ പ്രശസ്തി ആർജിച്ചു വരികയാണ്. വളരെ ദൂരങ്ങളിൽ തന്നെ ഇവിടുത്തെ അഷ്ടനാഗങ്ങളുടെ മുമ്പിലുള്ള നാഗരൂട്ട്, തുലാമാസത്തിലെ നാഗരൂട്ട് വളരെ പ്രശസ്തമാണ്. പല നാടുകളിൽ നിന്നും ആൾക്കാരിവിടെ വരാറുണ്ട്. നാഗ പൂജയ്ക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഇത്. എല്ലാ വർഷവും ഉത്സവത്തിലൂടെ സർപ്പം വരാറുണ്ടും എല്ലാവർക്കും ദർശനം കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നത്തെ പാമ്പടിയേറ്റ് കാവലെ പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് ഇതുവരെ ആരും പറഞ്ഞു കേൾക്കുമ്പോഴുമില്ല, അതിട്ടുമില്ല. പക്ഷേ എന്തും സർപ്പമുണ്ട്.
അനിയാന്ന് ഇവിടെ വന്നിരുന്നു. മഴയും ശല്യപ്പെടുത്താറ്. അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് 17 വർഷമായി. എല്ലാ ദിവസവും വൈകിട്ടും വിശിഷ്ട ദിവസങ്ങളായ 1000 1-ാം തീയതി ദിവസങ്ങളിൽ രാവിലെയും നട തുറന്ന് പൂജാകർമ്മങ്ങളുണ്ടാവും. പിന്നെ ശബരിമല കെട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്തും വേറെ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഓണം, വിഷു അങ്ങനെയുള്ള സമയങ്ങളിലും നട തുറന്ന് ഇത് ചെയ്യുന്നുണ്ട്.